ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സമുദ്രം എന്ന ഭാഗത്ത് നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയാണ്. ആദ്യത്തെ വീഡിയോയിൽ സമുദ്രജല പ്രവാഹങ്ങൾ നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സമുദ്രത്തിലെ കനാലുകളെ കുറിച്ചുള്ള ഭാഗമാണ്. ഓക്കെ, കനാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും കൺഫ്യൂഷനാണ്. എക്സാം ഹാളിൽ വരുമ്പോഴത്തേക്കും കനാല്, കടലിടുക്ക്, പ്രവാഹങ്ങൾ എന്താണിതെന്ന് ഒന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇന്ന് പഠിക്കും. അതിലേക്കായിട്ട് കനാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നുമില്ല, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചാലുകൾ, സമുദ്രങ്ങൾക്കിടയിലുള്ളത്. ചുമ്മാ നോക്കിക്കോ, ദാ ഇവിടെ പസഫിക് ഓഷ്യനാണ്, ഇവിടെ അറ്റ്ലാന്റിക് ഓഷ്യനാണ്. പണ്ട് ഈ കനാലുകൾ, ഈ ചാലുകളൊക്കെ മനുഷ്യൻ നിർമ്മിക്കുന്നതിന് മുന്നേ ഇവിടുന്ന് മനുഷ്യന് ഇതാ ഇവിടെ എത്താൻ കപ്പലിൽ കൂടി ചുറ്റി കറങ്ങി തിരിഞ്ഞ് പോകണം. മനുഷ്യന് ബുദ്ധി ഉദിച്ചപ്പോ ഓക്കെ ചിന്തിച്ചു, നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ കറങ്ങി തിരിഞ്ഞ് പോകുന്നത്? നമുക്കിവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് നോർത്ത് അമേരിക്കയാണ്, ഇത് സൗത്ത് അമേരിക്കയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചാല് വെട്ടിക്കഴിഞ്ഞാൽ ദാ ഇവിടെ നിന്ന് നമുക്ക് കപ്പലിലൂടെ ഇവിടെ ഈസി ആയിട്ട് എത്തിക്കൂടെ? ഓക്കെ, അതുപോലെ ധാരാളം കനാലുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതിനു മുന്നേ കടലിടുക്കുകൾ എന്തെന്ന് കൂടെ നമുക്ക് നോക്കാം. കടലിടുക്കുകളെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അതിനു മുന്നേ കടലിടുക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ തന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കടലിടുക്കുകൾ എന്താ? ഇതാ ഇപ്പോൾ ഇന്ത്യയെ തന്നെ എക്സാമ്പിൾ എടുത്തോളൂ. ഇന്ത്യ ഈ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, ഇന്ത്യയുടെ തൊട്ട് താഴെ ശ്രീലങ്കയാണ്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ഇന്ത്യൻ ഓഷനാണ്. ഒരു സമുദ്രത്തിലോ അല്ലെങ്കിൽ രണ്ട് സമുദ്രത്തിനിടയിലോ രണ്ട് കരകൾക്കിടയിലൂടെ ജലം കടന്നു പോകുന്ന ചെറിയ ഭാഗമായിരിക്കും കടലിടുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷെ അത് നാച്ചുറലാണ്. രണ്ട് കരഭാഗങ്ങൾക്കിടയിലൂടെയുള്ള ഒരു സമുദ്രത്തിൻ്റെയോ അല്ലെ രണ്ട് സമുദ്രത്തിൻ്റെയോ കണക്ഷനാണ്. ഇപ്പം ഇന്ത്യയും ശ്രീലങ്കയും, അവിടെ ഇന്ത്യൻ ഓഷൻ മാത്രമേ ഉള്ളൂ, ഇതിനിടയിൽ കൂടെ ഓക്കെ ജലം കടന്നു പോകും. ഇതാണ് കടലിടുക്കുകൾ. ഓക്കെ, അപ്പോൾ കടലിടുക്കുകൾ എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കനാലുകൾ എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. അതിലേക്കായി നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് പനാമ കനാലാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിലുള്ള കനാല് തന്നെയാണ് പനാമ കനാല്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് നോർത്ത് അമേരിക്ക, ഇത് സൗത്ത് അമേരിക്ക. ഓക്കെ, ഇതാണ് പസഫിക്, ഇവിടെ അറ്റ്ലാന്റിക് ആണ്. ഈ കറുപ്പ് ഭാഗമാണ് പസഫിക്കും അറ്റ്ലാന്റിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനായിട്ട് വെട്ടിയ ചാല്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചാലാണ് സുഹൃത്തുക്കളെ പനാമ കനാല്. ഇതിനെ എളുപ്പത്തിനായിട്ട് പാൻ അമേരിക്കൻ കനാൽ എന്ന് പഠിച്ചോളൂ. പാൻ അമേരിക്ക, പനാമ കനാലാണ്. പനാമയിലെ ഈ PAN പാൻ എന്ന് പഠിച്ചോ. ഈ AMA എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തുടക്കത്തിലുള്ള AMA ആണെന്ന് പഠിച്ചോ. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സ്പെല്ലിംഗ് AMERICA എന്നാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിനായി ഇവിടെ AMA അമേരിക്കയുടെ ഷോർട്ടാണ് എന്ന് പഠിച്ചോളൂ. അപ്പോൾ ഇതിനെ പാൻ AMA അമേരിക്ക എന്ന് വച്ചോളൂ. എന്താണ് പാൻ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമേരിക്കയിലെ രണ്ട് ഭൂഖണ്ഡങ്ങളും കൂടെ ചേരുമ്പോഴാണ് അമേരിക്കയുടെ പേരിലുള്ള രണ്ട് ഭൂഖണ്ഡം, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും അല്ലേ. ഈ രണ്ട് ഭൂഖണ്ഡങ്ങളും കൂടെ ചേരുന്നതിൻ്റെ ഇടയിലൂടെ പോകുന്ന കനാലായത് കൊണ്ടാണ് അതിനെ പാൻ രണ്ട് അമേരിക്കയുടെ പേരിലുള്ള ഭൂഖണ്ഡങ്ങളും ചേരുമ്പോൾ അതിനിടയിലൂടെ പോകുന്ന കനാലായത് കൊണ്ടാണ് അതിനെ പാൻ അമേരിക്കൻ കനാൽ എന്ന് പറയുന്നതെന്ന് പഠിച്ചോളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മളൊരു കഥാരൂപേണയാണ് പറയാൻ പോകുന്നത്. രണ്ട് വ്യക്തികളിൽ നിന്നാണ് ഈ പനാമ കനാലിൻ്റെ കഥ പറയുന്നത്. രണ്ട് ക്യാരക്ടേഴ്സാണ്. തുടരും സിനിമ നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിലുള്ള രണ്ട് ക്യാരക്ടർ, ഒന്ന് ജോർജ് സാറ്, ഓക്കെ, രണ്ട് ലാലേട്ടൻ്റെ ക്യാരക്ടർ ബെൻസ്. ഈ രണ്ട് പേരും തമ്മിലുള്ള കോൺവെർസേഷനിലാണ് നമ്മൾ ഇത്രയും കാര്യം സിമ്പിളായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ കഥ നടക്കുന്നത് ഇവിടെയാണ് പനാമ കനാല്. ഇവിടെ നിന്നിട്ട് ഓക്കെ ജോർജ് സാറ് ബെൻസും കൂടെ നിന്ന് സംസാരിക്കുക. ജോർജ് സാറ് ബെൻസിനെ വിളിച്ചു വരുത്തുക. എടാ, ഒരു ഓട്ടമുണ്ട്, നീ വരണം, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തഞ്ചത്തിൽ വിളിച്ചു വരുത്തിയിട്ട്
ഓക്കെ, ജോർജ് സാർ അമേരിക്കക്കാരനും ബെൻസ് വന്നിട്ട് ഈ പനാമക്കാരനുമാണ് എന്ന് കരുതിക്കോളൂ. ഓക്കെ, അപ്പോൾ പുള്ളി കഥ പറഞ്ഞു തുടങ്ങിയാണ്. എനിക്ക് ഓട്ടമൊന്നുമല്ല, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഈ പനാമ കനാലിൻ്റെ ചരിത്രം നിനക്കറിയാമോ? അപ്പോൾ പുള്ളി പറയാ ഇല്ല. എങ്കിൽ കേട്ടോ, പനാമ എന്ന് പറഞ്ഞാൽ പാൻ അമേരിക്ക എന്ന് നീ വച്ചോ. അതായത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കൂടെ ചേർന്ന ഭൂഖണ്ഡവും കൂടെ ചേർന്ന പാൻ അമേരിക്ക. ഇവിടുന്ന് പണ്ട് നീയൊക്കെ ചുറ്റിത്തിരിഞ്ഞാണ് പൊക്കോണ്ടിരുന്നത്. എളുപ്പത്തിന് പോകാനായിട്ട് വെട്ടിയ വഴിയാടാ ഈ പനാമ കനാല്. ഓക്കെ, എന്നിട്ട് പറയാ എടാ ഈ പനാമ കനാൽ നിർമ്മിച്ചത് എന്നാണെന്ന് അറിയാവോ? അപ്പോൾ ബെൻസ് ചോദിക്കുക ഇല്ല സാർ, എന്നാ? നിനക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ വർഷം അറിയാവോടാ? അപ്പോൾ പറയുക ലാലേട്ടൻ്റെ ക്യാരക്ടർ, അറിയാം സാർ, 1914 തുടങ്ങുന്നത്, 18 വരെ നീണ്ടു നിന്നു. അതേ വർഷം 1914 ഇതുവഴി ആദ്യത്തെ കപ്പൽ പോകാനായിട്ട് ഈ പനാമ കനാല് തുറന്നു കൊടുത്തത്, ഞങ്ങൾ പണി പൂർത്തിയാക്കിച്ചത്. പുള്ളി എന്നിട്ട് പറയാ ഈ പനാമ കനാല് നിർമ്മിക്കാൻ എത്ര വർഷമായി എന്ന് നിനക്കറിയാമോ? അപ്പോൾ ബെൻസ് പറയാ ഇല്ല, 10 വർഷം എടുത്തടാ ഈ പനാമ കനാല് നിർമ്മിക്കാൻ. അതായത് 1914 പനാമ കനാല് ഓക്കെ കപ്പലുകൾക്ക് പോകാനായിട്ട് തുറന്നു കൊടുത്തത്, ഇനാഗുറേറ്റ് ചെയ്തെന്ന് പഠിച്ചോളൂ. അത് 14 തുറക്കുന്നുണ്ടെങ്കിൽ 10 വർഷം എടുത്തു ഈ വഴിയിൽ ഈ കനാലിലേക്കുള്ള മണ്ണ് വെട്ടാൻ. കനാൽ ഇതാണെന്ന് നോക്കി കാണാമല്ലോ അല്ലേ? ഈ മണ്ണൊക്കെ വെട്ടി കപ്പലുകൾക്ക് അത്രയും ആഴത്തിൽ മണ്ണെടുക്കണ്ടേ? കപ്പലുകൾക്കെല്ലാം പോകാനായിട്ടുള്ള വീതി എടുക്കാനായിട്ട് 10 വർഷം എടുത്തു. ഓക്കെ, 10 വർഷം പറഞ്ഞാൽ പനാമ കനാല് ചെറിയ നീളമല്ല, 80 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. ആ 10 വർഷത്തിൽ പിന്നെ പുള്ളി അപ്പോൾ ബെൻസ് പറയാം സാർ നീ വിളിപ്പിച്ച കാര്യം പറയില്ല. പറയാം, എങ്കിൽ ഈ പനാമ കനാലിൻ്റെ ചരിത്രം നീ കേൾക്കണം. ഈ പനാമ കനാലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പുള്ളി പഴയ ഒരു സിഗരറ്റ് എടുത്തു, പനാമ സിഗരറ്റ്. പണ്ട് പരസ്യത്തിലൊക്കെ ഉണ്ടത് ടി വിയിൽ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ പനാമ ഒരു സിഗരറ്റ് ആണെന്ന് കരുതിക്കോളൂ. പുള്ളി എടുത്തിട്ട് പറഞ്ഞു ഈ ഒരു പനാമ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പനാമ സിഗരറ്റ് മതിയടാ എനിക്ക് ഈ കഥ മുഴുവൻ വിവരിക്കാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു അതെങ്ങനെയാണ് സാറേ? പനാമ ഇതുവഴി ഒഴുകുന്ന കടൽ ഏതെന്നറിയാമോ? അപ്പോൾ പുള്ളി ആ സിഗരറ്റിന് വെച്ചിട്ട് ചോദിക്കുകയാണ് എങ്കിൽ ദാ കേട്ടോ, ആദ്യത്തെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനാമയിലെ അതിൽ തന്നെ ഉണ്ട് കടല്. ഓക്കെ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക്. അടുത്ത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലെറ്റർ ആണ്. ആദ്യത്തെ പി പസഫിക്, സെക്കൻഡ് ലെറ്റർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് ആണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പറയുക പനാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ അമേരിക്ക എന്ന് കൂട്ടിക്കൂ. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും വിഭജിക്കുന്നു. അതിലെ പി ആണെന്നുണ്ടെങ്കിൽ പസഫിക്കും, എ ആണെങ്കിൽ അറ്റ്ലാന്റിക്കുമാണ് ആദ്യത്തെ 2 ലെറ്റർ. ഇനി ഈ പനാമ കനാല് നിർമ്മിക്കാനായിട്ട് ഓക്കെ മുൻകൈ എടുത്ത ഭരണാധികാരി ആര് എന്നറിയാമോ? അപ്പോൾ ബെൻസ് ചോദിക്കും ആരാണ് സാർ? അപ്പോൾ പുള്ളി പറയാ എടാ ഈ പനാമ കത്തിക്കണമെങ്കിൽ എന്ത് വേണം? അത് തീ വേണം. അപ്പോൾ തീയുടെ പേരിൽ തുടങ്ങുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് ആരാ നിനക്ക് അറിയാവോടാ? അപ്പോൾ ബെൻസ് പറയാ യെസ്, തിയോഡർ റൂസ്വെൽറ്റ്. അതേ തിയോഡർ റൂസ്വെൽറ്റ് ആണ് മുൻകൈ എടുത്ത് ഈ പനാമ കനാല് നിർമ്മിക്കാനായിട്ട് മുൻകൈ എടുത്തത്. ഓക്കെ, എന്നിട്ട് പുള്ളി ചോദിക്കുക എന്നിട്ട് എങ്കിൽ ഈ പനാമ കനാല് നിർമ്മിച്ച എഞ്ചിനീയർ ആരെന്ന് നിനക്ക് അറിയാവൂടാ? അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല എനിക്കറിയില്ല സാർ, അത് ഈ ജോർജ് സാറാടാ. ജോർജ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പനാമ കനാല് പൂർത്തിയാക്കാൻ വേണ്ടി ഇന്ന് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് വാഷിങ്ടൺ ഗോദൽസ് എന്നാണ് പുള്ളിയുടെ പേര്. ജോർജ് വാഷിങ്ടൺ പ്രസിഡന്റ് അല്ല, ഇത് എഞ്ചിനീയറിംഗ്. ജോർജ് വാഷിങ്ടൺ ഗോദൽസ്, അതാണ് ഈ ജോർജ് സാർ എന്ന് പുള്ളി പറയുന്നത്. അത് ഞാനാടാ, ജോർജ് വാഷിങ്ടൺ ഗോദൽസ്. എനിക്ക് പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റ്. ഓക്കെ, ഇത് പണിയാനായിട്ട് ഒരുക്കി തന്ന ഗോദയിലാണ് ഈ ജോർജ് വാഷിങ്ടൺ ഗോദൽസ് ഈ പനാമ കനാല് പണിഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണ്, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പനാമ കനാല് ഏതൊക്കെ കോണ്ടിനെന്റിൽ നിന്നാണ്? പാൻ അമേരിക്ക. അപ്പോൾ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും വരും. അടുത്ത ക്വസ്റ്റ്യൻ വരും പനാമ കനാലിൽ ഏതൊക്കെ സമുദ്രങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? ആദ്യത്തെ പി പസഫിക്, രണ്ടാമത്തെ എ അറ്റ്ലാന്റിക്, തീന്നേ. എങ്കിൽ ചോദിക്കും പനാമ കനാല് പണി പൂർത്തിയാക്കിയ വർഷം 1914 ഒന്നാം ലോക മഹായുദ്ധം. ഈ കഥ വെച്ച് കണക്ട് ചെയ്തു. എങ്കിൽ
പണി തുടങ്ങിയത് ഏത് വർഷം? 10 വർഷം എടുത്ത് സുഹൃത്തുക്കളെ. അപ്പോൾ 1904. ഓക്കെ, അപ്പോൾ പനാമ കനാൽ ഓക്കെ പണി കഴിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത ഭരണാധികാരി ഓക്കെ തിയോഡർ റൂസ്വെൽറ്റ്. പനാമ കത്തിക്കാൻ തീ വേണം എന്ന് പഠിച്ചോ, തിയോഡർ റൂസ്വെൽറ്റ്. എങ്കിൽ പനാമ കനാൽ പണി കഴിപ്പിച്ച എഞ്ചിനീയർ അത് നമ്മുടെ ജോർജ് സാറാടാ, ജോർജ് വാഷിങ്ടൺ ഗോദൽസ്. ജോർജ് സാറിന് തിയോഡർ റൂസ്വെൽറ്റ് ഒരുക്കി കൊടുത്ത ഗോതയിൽ ജോർജ് സാർ ഉണ്ടാക്കിയെടുത്തതാടാ ഓക്കെ എന്ന് പറയുകയാണ്. എന്നിട്ട് പുള്ളി പറയുകയാണ്, ഇത് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കടലിടുക്കിനെ കൂടെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് പോവാം. കടലിടുക്കറെ കുറിച്ചുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിനാണ് എടുക്കുന്നത്. എങ്കിലും പനാമ കനാലിനെ കുറിച്ച് പറയുമ്പോൾ ആ കടലിടുക്കും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഈ കഥയുടെ ഭാഗമായിട്ട് പറയുന്നു എന്ന് കരുതിക്കൊള്ളൂ. ഇത് വരുന്നതിന് മുന്നേ പുള്ളി പറയാ, ജോർജ് സാറ്, നിങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ഈ തെക്കേ അമേരിക്കയുടെ താഴെ ഓക്കെ ഒരു കോടായിട്ട് മെഗല്ലൻ ചിലപ്പോഴൊക്കെ പല്ല് തേക്കാൻ ഒരു വഴി പോയിരുന്നു. ആ വഴി ചുറ്റിയാണ് നിങ്ങൾ പോയിരുന്നത്. ഇപ്പോൾ നമ്മളിതൊക്കെ പണി കഴിപ്പിച്ചതിന് ശേഷം ഈ വഴി സുഖമായിട്ട് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നതും നിന്റെ രാജ്യം പനാമയ്ക്കാണ് എന്ന് പറയുക. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ അതിന് മുന്നേ പോയത് തെക്കേ അമേരിക്കയിൽ മെഗല്ലൻ കടലിടുക്ക് ഇവിടെയാണ്. ചിലപ്പോൾ ദാ ഈ ചിലി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഭാഗം ഏറ്റവും കൂടുതൽ നീളമുള്ള രാജ്യം ചിലിയാണ്. ഓക്കെ, നീളമുള്ള പെണ്ണ് പോലെയെന്ന് പഠിക്കൂ. പെണ്ണ് കവികളുടെ ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിലിയാണ്. ആ പെണ്ണ് എന്തുകൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ പെണ്ണാണെന്ന് ആലോചിക്കൂ. കോപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിലിയാണ്. ആ ചിലിയിലൂടെയാണ് മെഗല്ലൻ കടലിടുക്ക് കടന്നു പോകുന്നത്. നമ്മളെ കോടെന്താണ്? മെഗല്ലൻ ചിലപ്പോഴൊക്കെ പല്ല് തേക്കാൻ. ആ പല്ലിലുണ്ട് ഈ കടലിടുക്ക് പോകുമ്പോഴത്തേക്കും പസഫിക് അറ്റ്ലാന്റിക്, അതാണ് പല്ല്. ഓക്കെ, പല്ല് ആ വഴിയാടാ പോകുന്നത്. ഇത് ജോർജ് സാറിൻ്റെ കഥയുമായിട്ട് ഈ മെഗല്ലനും പഠിച്ചു വയ്ക്കൂ. പനാമ കനാല് കണക്ട് ചെയ്യുന്ന അതേ ഇത് പസഫിക് അറ്റ്ലാന്റിക് തന്നെയാണ് മെഗല്ലനും കണക്ട് ചെയ്യുന്നത്. മെഗല്ലൻ കടലിടുക്കാണ്, അത് കനാലാണ് മനുഷ്യനിർമ്മിതം. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് ജോർജ് സാർ അവസാനം ഒരു ഡയലോഗ് കൂടെ പറയുന്നു. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ ബെൻസേ, നീ വഴി നീ വരരുത്, ഇതെൻ്റെ സ്വന്തം. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിൽ ഇങ്ങനെയല്ലോ, ഹലോ, അതെ, ഹലോ ബെൻസേ, ഇനി ഈ വഴി വരരുത്. അത് അതിൻ്റെ ട്രീറ്റിയുടെ ചെറിയ കോഡാണെന്ന് ആലോചിക്കൂ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ഹലോയ്ക്ക് പകരം ഹായ് ആണ്, ഹേ ആണ്. ബെൻസിന് പകരം ബെൻവ വരില്ല. ട്രീറ്റിയുടെ പേരതാണ്, ഹായ് ബെൻവ വരില്ല. 1903 ഇത് നിർമ്മിക്കാനായിട്ടുള്ള ട്രീറ്റി അമേരിക്കയും പനാമയും തമ്മിൽ ഒപ്പുവെച്ചത്. ഓക്കെ, അത് ഹലോ ബെൻസേ വരല്ലേ എന്ന് ആലോചിച്ചാൽ മതി, ഹായ് ബെൻവ വരില്ല. ഓക്കെ, ഇതാണ് ആ ട്രീറ്റിയുടെ പേര്. അപ്പോൾ ബെൻസിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഈ വഴി കയറരുത്, പനാമ നമ്മുടെയാണ്, ഞങ്ങളുടെ പ്രസിഡന്റ് ഉണ്ടാക്കിയതാണ്, ഇപ്പം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആദായം എന്ന് പറഞ്ഞിട്ട് ബെൻസിൻ്റെ അടുത്ത് കട്ട കലിപ്പില്ല. അപ്പോൾ ബെൻസിൻ്റെ സ്വഭാവം മാറും. അതുവരെ കേട്ടോണ്ടിരുന്ന ബെൻസ് എന്ത് ചെയ്യും, മുരുക എന്ന് പറഞ്ഞിട്ട് ഇടിച്ച് ജോർജ് സാറിനെ ഉറക്കിയിട്ട് അവസാനം മാസ് ഡയലോഗ് അടിക്കും. എൻ്റെ കൂട്ടത്തോട് പറഞ്ഞേക്ക് ഒറ്റക്കൊമ്പൻ പനാമ കനാല് കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രയുമാണ് സുഹൃത്തുക്കളെ, കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പനാമ കനാൽ ചുമ്മാ ആലോചിച്ചോ, കഥ വെച്ച് പാൻ അമേരിക്ക കനാലാണ്. പാൻ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ കൂടെ കണക്ട് ചെയ്ത് പോകുന്നത് പനാമയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടലുകൾ ഏതൊക്കെ? പനാമ, പിയിലും എയിലും ഉണ്ട് കടല്. പി എന്ന് പറഞ്ഞാൽ പസഫിക്, ആദ്യത്തെ 2 ലെറ്ററാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്. ഓക്കെ, നിർമ്മിച്ച് പണി പൂർത്തിയാക്കിയത് 1ാം ലോകമഹായുദ്ധം 1914 സ്റ്റാർട്ട് ചെയ്തത്. അതേ വർഷമാണ് പണി പൂർത്തിയാക്കിയത്. എങ്കിൽ പണി തുടങ്ങിയത് 10 വർഷം മുന്നേ 1904. ഓക്കെ, മുൻകൈ എടുത്ത ഭരണാധികാരി ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനാമ കത്തിക്കാൻ തീ വേണം, തിയോഡർ റൂസ്വെൽറ്റ്. ഓക്കെ, നിർമ്മിച്ചത് ഇത് പറയുന്നത് നമ്മുടെ ജോർജ് സാറാടാ, ജോർജ് വാഷിങ്ടൺ ഗോദൽസ്. ഓക്കെ, അപ്പോൾ കടന്നു പോകുന്നത് പസഫിക് അറ്റ്ലാന്റിക് ആണ്. എങ്കിൽ ഇതിന് മുൻകൈ കരാർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ് ബെൻവ വരില്ല, ഹലോ ബെൻസേ വരല്ലേ, ഹെയ് ബെൻവ വരില്ല. കൂടെ നമ്മൾ ഒരു കടലെടുക്കും കൂടെ പഠിച്ചു പോയി. മെഗല്ലൻ ചിലപ്പോഴൊക്കെ പല്ല് തേക്കാൻ പോകുന്ന വഴി ആണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. മെഗല്ലൻ കടലെടുക്ക് ചിലപ്പോൾ ചിലിയുമായി ചേർന്ന് കിടക്കുന്ന ചിലിയുടെ തെക്കേ അറ്റത്തുള്ള കടലെടുക്കാണ്. ചിലപ്പോൾ പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി പോകുന്ന സമുദ്രമാണ് പസഫിക്കും അറ്റ്ലാന്റിക്കും. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യൂ,
പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി മിസ്സാകില്ല. അപ്പോൾ അടുത്ത കനാൽ നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഗ്രാൻഡ് കനാൽ പേരിൽ തന്നെ ഉണ്ട്, ഇത് ഗ്രാൻഡ് ആണ്. അതായത് ഏറ്റവും നീളം കൂടിയ കനാലാണ്, വേൾഡ് ലോങ്സ്റ്റ് കനാൽ. നീളം കൂടിയതായുണ്ടല്ലേ ഗ്രാൻഡ് എന്നിട്ടിരിക്കുന്നത് കരുതിയാൽ മതി. അപ്പോൾ ഗ്രാൻഡ് കനാൽ ഏറ്റവും നീളം കൂടിയതാണ്. നീളം എത്രയെന്ന് ചോദിച്ചാൽ 1776 കിലോമീറ്റർ ആണ്. ഓക്കെ, 1000ഉം പിന്നെ ഒരു 750ഉം പിന്നെ ഒരു കുറച്ചും കൂടെ, അങ്ങനെ കരുതിയാൽ മതി സിമ്പിളായിട്ട്. 1776 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയത് പനാമ കനാലാണ്. പനാമ കനാല് ഞാൻ പറയാൻ വിട്ടുപോയി, 80 കിലോമീറ്റർ ആണ്. ഓക്കെ, 80 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് സാറ് പനാമയല്ലേ വലിക്കുന്നത്, ആ പനാമ സിഗരറ്റിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില 80 രൂപ എന്ന് പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ അത് 80 കിലോമീറ്റർ ആണ്. ഇത് എന്ന് പറഞ്ഞാൽ 1776 കിലോമീറ്റർ. അതായത് നമുക്ക് ഇത് പഠിക്കുന്നതിന് മുന്നേറ്റ് സിമ്പിളായിട്ടൊരു കോഡിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, ബൈജു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പുള്ളിക്ക് ഗ്രാൻഡ് കനാല് ഭയങ്കര നീളമുള്ള കനാലൊക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഗ്രാൻഡ് കനാല് മുഴുവൻ നടന്നു പോകണമെന്നൊരാഗ്രഹം. അങ്ങനെ പുള്ളി ഇത് അന്വേഷിച്ച് ഇറങ്ങി തിരിക്കുക. 1776 കിലോമീറ്റർ എങ്ങനെ നീ നടക്കും ബൈജു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അതിനൊക്കെ ഒരു വഴിയുണ്ട്, എൻ്റെ ലോങ് ആയിട്ടുള്ളൊരു ഷൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോങ് ആയിട്ടുള്ളൊരു ഷൂ ഉണ്ട്, അത് വിട്ടിട്ടാണ് ബൈജു നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗ്രാൻഡ് കനാല് എവിടെയൊക്കെ കണക്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബൈജുവും ലോങ് ഷൂവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബീജിങ്ങും ലോങ് ഷൂ ഹാങ് ഷൂവും ഓക്കെയാണ്. ബീജിങ്ങും ഹാങ് ഷൂ ആണ്. ഹാങ് ഷൂവിൽ നിന്നും ബീജിങ് വരെ ഉണ്ട്. ഹാങ് ഷൂ ഇതാ ഇവിടെയാണ്, ഇവിടെ നിന്ന് ബീജിങ് വരെ ഉണ്ടാവും ഗ്രാൻഡ് കനാല്. കറക്റ്റ് അതാ ഗ്രാൻഡ് കനാലിന്റെ റൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതാണ് സുഹൃത്തുക്കളെ, ഇതാ ഇവിടെയാണ്. ഓക്കെ, ഇതാ ഇവിടെയാണ് ഹാങ് ഷൂ. ഇതാ ഇവിടെ നിന്ന് തുടങ്ങി ഇതാ ഇത്രയും ദൂരം 1776 കിലോമീറ്റർ. ബൈജുവിന് അവിടെ പോകാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നാനുള്ള മെയിൻ കാര്യം അതുവഴി ഒഴുകുന്നത് സാധാരണ നദിയല്ല, മഞ്ഞ നദി കൂടെയാണ് ഈ കനാല് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. മഞ്ഞ നദിയും യെല്ലോ റിവർ എന്ന് പറയും. യെല്ലോ റിവറും പിന്നെ യാങ്സ്റ്റി റിവറും, എളുപ്പമുണ്ട്, യെല്ലോ റിവറും യാങ്സ്റ്റി റിവറിലും കൂടെയൊക്കെയാണ് ഈ ഗ്രാൻഡ് കനാല് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ ബൈജുവിന് ഇത് കേട്ടപ്പോൾ കൊറിയായി, യെല്ലോ റിവറിലൂടെ പോകുന്ന ഗ്രാൻഡ് കനാലിലോട്ട് പോകണം, അത് നടന്നു പോകണം. 1776 കിലോമീറ്റർ ലോങ് ഉണ്ട്. അപ്പോൾ വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ഷൂ ഇട്ടിട്ടാണ് പുള്ളി പോകുന്നത്. ഓക്കെ, ഇനി ഇത് ഈസ്റ്റേൺ ചീന കടലിൽ നിന്നാണ് ആരംഭിച്ച് മഞ്ഞ റിവറിലൂടെ പിന്നെ അങ്ങോട്ട് കടലൊന്നുമില്ല ഉള്ളിലോട്ട് അവർക്ക്. ബീജിങ് ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കപ്പൽ മാർഗത്തിൽ അവരുടെ തലസ്ഥാനം ഇത്രയും ദൂരത്തിൽ സാധനങ്ങളൊക്കെ എത്തിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈസ്റ്റേൺ ചൈന കടലിൽ നിന്നും 1776 കിലോമീറ്ററിൽ അവർ മനുഷ്യനിർമ്മിതമായിട്ട് അന്നത്തെ ഡൈനാസ്റ്റി, ഏത് ഡൈനാസ്റ്റിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുയി ഡൈനാസ്റ്റിയാണ്. അപ്പോൾ സുയി ഡൈനാസ്റ്റി അവർക്ക് ഷൂ എന്ന് പറഞ്ഞ് സാധനങ്ങളും കൊണ്ട് എത്തിക്കാനായിട്ടാണ് ഈ ഗ്രാൻഡ് കനാൽ നിർമ്മിച്ചതെന്ന് പഠിച്ചോളൂ. അപ്പോൾ ജസ്റ്റ് കോഡിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ബൈജു എക്സൈറ്റഡ് ആയത് ഗ്രാൻഡ് കനാൽ 1776 കിലോമീറ്റർ ഉള്ള ഗ്രാൻഡ് കനാല്. ഓക്കെ, അത് ചൈനയുടെ സുയി ഡൈനാസ്റ്റിക്ക് ഷൂ എന്ന് പോകാനായിട്ട് മഞ്ഞ റിവർ, യെല്ലോ റിവറിലും ആ യെല്ലോയുടെ പേര് പോലത്തെ ഒരു പേരാണ് യാങ്സ്റ്റി റിവറിലും കൂടെ നിർമ്മിച്ചത്. അപ്പോൾ ആ റിവറിലൂടെ ഇത്രയും ദൂരം അവർക്ക് ഷൂ എന്ന് പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഗ്രാൻഡ് കനാൽ എന്ന് കേട്ടപ്പോൾ ബൈജു പറഞ്ഞു, എങ്കിൽ എനിക്ക് അവിടെ പോകണം. ഓക്കെ, ബൈജു എങ്കിൽ ലോങ് ഷൂ ഇട്ട് പോകുന്നു. അപ്പോൾ എവിടെ നിന്ന് ഇവിടെ വരെയാണെന്നുണ്ടെങ്കിൽ ഹാങ് ഷൂ മുതൽ ബീജിങ് വരെ. ബൈജു ഹാങ് ഷൂ ആണെങ്കിൽ ലോങ് ഷൂ, ബീജിങ് ചൈനയുടെ തലസ്ഥാനമാണ്, ഹാങ് ഷൂ ലോങ് ഷൂ എന്ന് പഠിച്ചോളൂ. ഇത്രയുമാണ് ഗ്രാൻഡ് കനാലിൽ നിന്ന് പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സൂയസ് കനാലാണ്. ഓക്കെ, സൂയസ് കനാലിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇത് ഒരു കോഡ് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ജോഗ്രഫിക്കലി നോക്കാം. ഓക്കെ, ഏഷ്യക്കാർക്കും ആഫ്രിക്കക്കാർക്കും ഇടയിലുള്ള, ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള കനാലാണ് സൂയസ് കനാൽ എന്ന് ആലോചിക്കൂ. ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് വരും. ഇവിടെയാണ് ഏഷ്യ, ഇവിടെ ഇന്ത്യ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇത് റെഡ് സീ ആണ് സുഹൃത്തെ. ഇവിടെ വന്നിട്ട് മെഡിറ്ററേനിയൻ സീ, ഇവിടെ നിന്ന് രണ്ടിലേക്കുള്ള ചാലാണ്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ, ഇവിടെ
ഇവിടെ നിങ്ങോട്ട് റെഡ് സീയും ഇവിടെ മെഡിറ്ററേനിയനുമാണ്. ഈ ഇവിടെ നിങ്ങോട്ടുള്ള ചാലാണ്, ഓക്കെ, ചാലാണ്, വെട്ടിയ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചാലാണ് സൂയസ് കനാല്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെയാണ് മറ്റേ യമനും മറ്റേ ഹൂത്തീസിൻ്റെ ഒക്കെ അറ്റാക്ക് ഈ വഴി പോകുന്ന ഷിപ്പിലൊക്കെ ഉണ്ടായി എന്ന് പറയില്ലേ. ഇപ്പോൾ ഇസ്രായേലിനൊക്കെ വന്നിട്ട് സാധനം എത്തിക്കാനായിട്ട് ഈ വഴി പോകുമ്പോഴത്തേക്കായിരിക്കും പറ്റുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യും. അവരെ മാത്രമല്ല പല ലോകരാജ്യത്തു നിന്നുള്ള കപ്പലുകളെ അറ്റാക്ക് ചെയ്യും. ഇടയ്ക്ക് ഇന്ത്യൻ നാവികസേനയൊക്കെ അങ്ങോട്ട് കപ്പൽ വിട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ഐഡിയ വെച്ചോളൂ, സൂയസ് കനാല് ഈ ഭാഗത്താണ് വരുന്നത്. ഇനി നമുക്ക് കോഡിലോട്ട് കടക്കാം, കോഡ് രൂപേണ പഠിക്കാം. സൂയസ് കനാൽ, സൂയസ് എന്ന് പറഞ്ഞാൽ അസൂയ എന്ന് കരുതിക്കോളൂ. അസൂയ ആരോട്? ഓക്കെ, ഏഷ്യക്കാർക്ക് ആഫ്രിക്കക്കാരോട് ഒരു അസൂയ തോന്നി. ആഫ്രിക്കക്കാരോട് എന്തിനാണ് അസൂയ ഏഷ്യക്കാരാ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളോടത്ത് അസൂയ തോന്നാനായിട്ടൊരു കാരണമുണ്ട്. കാരണം നിങ്ങൾ അവിടെയാണ് ഈജിപ്റ്റ്. ഓക്കെ, അതിനെന്തിനാണ് നിങ്ങൾക്ക് അസൂയ? ആ ഈജിപ്തിലാണ് ക്ലിയോപാട്ര ഉള്ളത്, അതുകൊണ്ടാണ് അസൂയ. അങ്ങനെ അപ്പോൾ ഏഷ്യക്കാർക്ക് ഈജിപ്തിനോട് തോന്നിയ അസൂയ, അതാണ് സൂയസ് എന്ന് പറഞ്ഞാൽ അസൂയ. ഏഷ്യക്കാർക്ക് ഏഷ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്ന കനാലാണ് സൂയസ്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയിലും ഈജിപ്തിലുമായിട്ട് ഇടയ്ക്ക് കൂടെയാണ് പോകുന്നത് ഈ സൂയസ് കനാല്. ഓക്കെ, അപ്പോൾ ഇത് പണി പൂർത്തിയാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധി ജനിച്ച വർഷമില്ലേ, 1869 പണി പൂർത്തിയാക്കിയത്. ഓക്കെ, അതിലോട്ട് വരാം. അതിനു മുന്നേ ഏഷ്യക്കാർക്ക് ആഫ്രിക്കക്കാരുടെ അസൂയ ക്ലിയോപാട്രയുടെ പേരിൽ തുടങ്ങുമ്പോഴത്തേക്കും പെണ്ണിൻ്റെ പേരിലാണ് അവിടെ അടി നടന്നു. അടി നടക്കുമ്പോഴത്തേക്കും ബ്ലഡ് വന്നു, മെഡിസിൻ വെച്ചു. ഇത്രയും ആലോചിക്കുക. ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റെഡ് സീ, ബ്ലഡ് വരുമ്പോൾ മെഡിസിൻ മെഡിറ്ററേനിയൻ. റെഡ് സീയെയും മെഡിറ്ററേനിയനെയും കണക്ട് ചെയ്യുന്നത് സൂയസ് കനാലാണ്. അപ്പൊ അസൂയ വരുന്നു ആർക്ക്? ഏഷ്യക്ക് ആഫ്രിക്കയോട്. അപ്പൊ വരുമ്പോഴത്തേക്കും ബ്ലഡ് വരും, മെഡിസിൻ വയ്ക്കും. അപ്പോൾ ഏഷ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്നു. ബ്ലഡ് റെഡ് സീ, മെഡിസിൻ മെഡിറ്ററേനിയൻ. ഓക്കെ, മെഡിറ്ററേനിയൻ അങ്ങനെ പഠിച്ചോളൂ. അപ്പോൾ റെഡ് സീയെയും മെഡിറ്ററേനിയനെയും വേർതിരിക്കുന്നത് സൂയസ് കനാലാണ്. റെഡ് സീ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സീ ഇന്ത്യൻ ഓഷനിലാണ്. റെഡ് ഇന്ത്യൻ എന്നല്ലേ പറയുന്നത്, എങ്കിൽ റെഡ് ഇന്ത്യൻ സീ എന്ന് പഠിച്ചോളൂ. മെഡിറ്ററേനിയൻ റെഡ് സീ മെഡിറ്ററേനിയൻ ആണല്ലോ കണക്ട് ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ അറ്റ അവിടെ തന്നെ ഉണ്ട്. മെഡിറ്ററേനിയൻ്റെ അറ്റത്ത്, മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രം. ഇവിടെയാണ് മെഡിറ്ററേനിയൻ. കണ്ടോ, ഇവിടെ മെഡിറ്ററേനിയൻ്റെ അറ്റത്ത്. അപ്പോൾ മെഡിറ്ററേനിയൻ അറ്റ്ലാന്റിക് ആണ്. അപ്പോൾ ഇന്ത്യൻ ഓഷനെയും ഈ അറ്റ്ലാന്റിക്കിന്റെ ഇവിടെയും കൂടെ വരുമ്പോഴത്തേക്ക് അതിനെയും വേർതിരിക്കുന്നു. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ് സീയും മെഡിറ്ററേനിയനെയും വേർതിരിക്കുന്നു. അതിൽ റെഡ് സീ ഇന്ത്യൻ ഓഷനാണ്, മെഡിറ്ററേനിയൻ്റെ അറ്റത്ത് അറ്റ്ലാന്റിക് ആണ്. ഓക്കെ, പണി പൂർത്തിയാക്കിയത് സൂയസ് കനാല് 1869 ഇതും പണി കഴിപ്പിക്കാൻ 10 വർഷം എടുത്തു സുഹൃത്തുക്കളെ. ഇപ്പോൾ സൂയസ് കനാല് പണി കഴിപ്പിക്കാനായിട്ട് 10 വർഷം എടുത്തു. സൂയസ് കനാലിന്റെ നീളം 193 കിലോമീറ്റർ ആണ്. അത് സിമ്പിളാണ്. ലോകത്തിൽ അംഗീകൃതമായിട്ടുള്ള UN അംഗീകൃതമായിട്ടുള്ള എത്ര രാജ്യങ്ങളാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 193 രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ അത്രയും 193 അല്ലേ, അപ്പോൾ അതിൻ്റെ അത്രയും ഇതുള്ള കിലോമീറ്ററാണ് ഇതിനും. 193 കിലോമീറ്ററാണ് സൂയസ് കനാല്. പണി പൂർത്തിയാക്കാൻ 10 വർഷം എടുത്തു. 1869 ഗാന്ധിജി ജനിച്ചപ്പോഴാണ് പണി പൂർത്തിയാക്കി കപ്പലുകൾ പോയി തുടങ്ങിയത്. 10 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണി തുടങ്ങിയത് 1859 അല്ലേ. എങ്കിൽ ഈ സൂയസ് കനാല് ബിൽഡ് ചെയ്തത് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർഡിനാൻഡ് ഡെ ലെസ്സെപ്സ് എന്നാണ്. ഒരു ലേസി ആയിട്ടുള്ള മനുഷ്യനാണ് ഈ സൂയസ് ലെസ്സെപ്സ്. എളുപ്പമല്ലേ? സൂയസ് പണി കഴിപ്പിച്ചതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്സെപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സൂയസ് കനാലിനെ കുറിച്ചിട്ട് അറിയാനുള്ളത്. നമ്മൾ അടുത്ത ഭാഗത്താണ് കടലിടുക്കുകളെ കുറിച്ച് എടുക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ. എങ്കിലും ഇതുമായിട്ട് സൂയസ് കനാലിൽ പറഞ്ഞതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന ഒരു കടലിടുക്കുണ്ട്, ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മെഡിറ്ററേനിയൻ ആണ്. മെഡിറ്ററേനിയൻ്റെ അറ്റത്ത് ഇവിടെ അറ്റ്ലാന്റിക്. ഇതാണ് ആ ഭാഗം, മെഡിറ്ററേനിയൻ്റെ അറ്റത്ത് അറ്റ്ലാന്റിക്. ഈ മെഡിറ്ററേനിയനും അറ്റ്ലാന്റിക്കിന്റെ ഇടയ്ക്കുള്ള നാച്ചുറൽ ആയിട്ടുള്ള കടലിടുക്ക് ഞാൻ ആദ്യം പറഞ്ഞു. ആ കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രാൾട്ടർ ആണ്. നമുക്ക് കോഡ് രൂപേണ സിമ്പിൾ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, കൺഫ്യൂസ് ആവണ്ട. പിന്നെ ഫോസ്ഫറസ് സ്ട്രൈറ്റ് അത് ഈ ഭാഗത്താണ് കിടക്കുന്നത്, അതും പഠിക്കാം. അത് ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. യൂറോപ്പിൽ തുർക്കിയെയും ഏഷ്യയുടെയും ആ ഭാഗത്ത് വരുന്നതാണ്.
അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 കനാലുകൾ നോക്കി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് പനാമ കനാൽ, ജോർജ് സാറിൻ്റെ കഥ വെച്ചിട്ട് പാൻ അമേരിക്ക, പസഫിക്, അറ്റ്ലാന്റിക്കാണ് വിഭജിക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് രണ്ടാമത് നമ്മൾ പഠിച്ചു ഗ്രാൻഡ് കനാല്, ബൈജു ഷൂ ഇട്ട്, ബൈജു ലോങ് ഷൂ, അപ്പോൾ ബീജിങ്ങിനെയും ഹാങ് ഷൂവിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നു. യെല്ലോ റിവറാണ്, യാങ്സി റിവറും ഉണ്ട്. ഓക്കെ, നീളം 1776 കിലോമീറ്റർ. പനാമയാണെങ്കിൽ ഒരു പാക്കറ്റ് പനാമയ്ക്ക് 80 രൂപ. അങ്ങനെ പഠിച്ചോളൂ. എങ്കിൽ സൂയസ് കനാൽ, നീളം ലോകരാജ്യങ്ങളുടെ അംഗീകൃതമായിട്ടുള്ള UN അംഗീകൃതമായിട്ടുള്ള ലോകരാജ്യങ്ങളുടെ എണ്ണം 193. അത്രയും തന്നെ കിലോമീറ്ററാണ് ഇവിടെയുള്ളത്, 193. എവിടെയൊക്കെ ബന്ധിപ്പിക്കുന്നു കഴിഞ്ഞാൽ സൂയസ് എന്ന അസൂയയാണ്. ഓക്കെ, ഏഷ്യക്കാർക്ക് ആഫ്രിക്കക്കാരോട് തോന്നിയ അസൂയ, കറക്റ്റായിട്ട് ഏഷ്യക്കാർക്ക് ഈജിപ്തുകാരോട് തോന്നിയ അസൂയ എന്ന് പഠിച്ചോളൂ. എങ്കിൽ ഈജിപ്തിനെയും ഏഷ്യയും വേർതിരിക്കുന്നത്. ഓക്കെ, സി ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബ്ലഡ് വരും, മെഡിസിൻ വേണം. ബ്ലഡ് റെഡ് സീയെയും മെഡിറ്ററേനിയനെയും വേർതിരിക്കുന്നത്. എങ്കിൽ റെഡ് സീ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സീ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമാണ്, റെഡ് ഇന്ത്യൻ. മെഡിറ്ററേനിയൻ്റെ അറ്റത്ത്, മെഡിറ്ററേനിയൻ അറ്റ്ലാന്റിക്കിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. പണി പൂർത്തിയാക്കിയത് ഗാന്ധിജി ജനിച്ചപ്പോൾ 1869, തുടങ്ങിയത് 10 വർഷം മുമ്പ് 1859. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് പണി കഴിപ്പിച്ചത് ആര്? സൂയസ് ലേസപ്പ്, ലേസി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഫെർഡിനാൻഡ് ഡി ലെസപ്സ് ആണ് പണി പൂർത്തിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി കടലിടുക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ലളിതമായിട്ട് പഠിക്കാം. അപ്പോൾ കനാലുകളെ കുറിച്ചുള്ള ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ കനാലുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് ജോഗ്രഫിയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും കടലിടുക്കുകളെ അല്ലെങ്കിൽ സ്ട്രെയ്റ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, ഞങ്ങളുടെ എല്ലാ വീഡിയോസും, ആഞ്ജനേയ ടെക് അക്കാഡമീസിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.